Hello aspirants, welcome to Isham Academy. Class 6th NCERT Science സബ്ജക്റ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. 9th ചാപ്റ്റർ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. 9th ചാപ്റ്റർ നോക്കാൻ പോകുന്നു. The chapter's name is The Living Organisms, Characteristics and Habitats. As usual നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ സ്കിപ്പ് ഔട്ട് ചെയ്യാണ്. ഓർഗാനിസംസ് എന്ന് പറയുന്നത് ലിവിങ് ക്രീച്ചേഴ്സാണ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഓർഗാനിസംസ് ആൻഡ് ദ സറൗണ്ടിങ്സ് വേർ ദേ ലിവ്. ഓർഗാനിസം ഓരോ സറൗണ്ടിങ്സിലാണ്. ഈച്ച് ഓർഗാനിസം ലിവ്സ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സറൗണ്ടിങ്സ്, റൈറ്റ്? അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് ഇത് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ പറഞ്ഞത് ഇപ്പോൾ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ സെർച്ച് ഫോർ ലിവിങ് ഓർഗാനിസംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് ആക്ടിവിറ്റിയാണ്. സോ സ്കിപ്പിംഗ് ദാറ്റ്. Organisms and the surroundings where we live. Another thought that occurred to Paheli and Bojo. The activity related names are the kinds of plants found in each of the regions were so different from the plants of other regions. അപ്പോൾ ഒരു റീജിയനിലുള്ള പ്ലാന്റ്സിൻ്റെ കൈൻഡ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ മറ്റു റീജിയൻ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പറയുന്നത് ഓർഗാനിസംസ്. ഓരോ ഓർഗാനിസംസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സറൗണ്ടിങ്സിലാണ് ഉള്ളത്. ഇതിൽ ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇൻ ദ സീ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ സറൗണ്ടഡ് ബൈ സലൈൻ. അപ്പോൾ സലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സലൈൻ വാട്ടർ മീൻസ് സോൾട്ടി വാട്ടർ, സീ വാട്ടർ. അപ്പോൾ ഈ സീയിൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് സറൗണ്ടഡ് ചെയ്തിട്ടുള്ളത് സലൈൻ വാട്ടറിലാണ്. മോസ്റ്റ് ഓഫ് ദം യൂസ് ദ എയർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത എയർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ദർ ഇസ് വെരി ലിറ്റിൽ വാട്ടർ അവൈലബിൾ ഇൻ ദ ഡെസേർട്ട്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ ദ ഡേ ടൈം ആൻഡ് വെരി കോൾഡ് അറ്റ് ദ നൈറ്റ് ഇൻ ദ ഡെസേർട്ട്. ദ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട് ലിവ് ഓൺ ദ ഡെസേർട്ട് സോയിൽ ആൻഡ് ബ്രീത്ത് എയർ ഫ്രം ദ സറൗണ്ടിങ്സ്. ഇപ്പോൾ ഡെസേർട്ടിലുള്ള അനിമൽസും പ്ലാന്റ്സും ഡെസേർട്ട് സോയിലിൽ ലീവ് ചെയ്യുന്നവർ ആ സറൗണ്ടിങ്സിലുള്ള എയർ ആണ് ബ്രീത്ത് ചെയ്യുക. The sea and the desert are very different surroundings, and we find very different kinds of plants and animals in these two regions. So skipping the activities. The place where organisms live is called habitat. ഇപ്പോൾ ഹാബിറ്റേറ്റ് പറഞ്ഞാൽ ഓർഗാനിസം ലീവ് ചെയ്യുന്ന ഒരു പ്ലേസിനെ നമ്മൾ ഹാബിറ്ററ്റ് എന്ന് പറയുന്നു. ഹാബിറ്ററ്റ് മീൻസ് എ ഡ്വെല്ലിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഹോം. ദ ഹാബിറ്ററ്റ് പ്രൊവൈഡ്സ് ഫുഡ്, വാട്ടർ, air, shelter and other needs to organisms. Several kinds of plants and animals live in the same habitat. അപ്പോൾ ഒരേ ഹാബിറ്ററ്റിൽ സെവറൽ ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവും. Like plants and animals. The plants and animals that live on land are said to live in terrestrial habitats. അപ്പോൾ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് പറഞ്ഞാൽ ലാൻഡിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെയാണ്. Some examples of terrestrial habitats are forest, grasslands, deserts, coastal and mountain regions. On the other hand, the habitats of plants and animals that live in water are called aquatic habitats. Example, lakes, rivers and oceans are some examples. There are large variations among terrestrial habitats like forests, grasslands, deserts, coastal and mountain regions located in different parts of the world. The organisms, both plants and animals living in a habitat are its biotic component. അപ്പോൾ ലാൻഡിലാണെങ്കിൽ ടെറസ്ട്രിയൽ, വാട്ടറിലാണെങ്കിൽ അക്വാട്ടിക്, ബോത്ത് വരുന്നില്ലേ, അത് വന്നിട്ട് ബയോട്ടിക് കോമ്പോണൻസ്. അങ്ങനെ നോൺ ലിവിങ് തിങ്സ് സച്ച് ആസ് റോക്സ്, സോയിൽ, എയർ ആൻഡ് വാട്ടർ ഇൻ ദ ഹാബിറ്റേറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് അബയോട്ടിക് കോമ്പോണൻസ്. അപ്പോൾ ബയോട്ടിക് കോമ്പോണൻസും അബയോട്ടിക് കോമ്പോണൻസും ഡിഫറൻസ് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സ്പ്രോട്ടഡ് തിങ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈക്ക് മൂങ്, ചന്ന, സീഡ്സ്. അപ്പോൾ സ്പ്രോട്ട് ചെയ്യുന്ന സമയത്ത് when the seed turned into a sprout, അത് മുളപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ it is said to have germinated. This is the beginning of life of a new plant. അപ്പോൾ ഒരു ന്യൂ പ്ലാന്റിൻ്റെ ലൈഫ് ഈ ജെർമിനേഷൻ പ്രോസസ്സിൽ ജെർമിനേറ്റഡ് എന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ജെർമിനേറ്റഡ് എന്ന് പറയുന്നത്. A journey through different habitats. അതിന് മുന്നേ
Uh, Adaptation is the method by which organisms get well adjust to the climate. അപ്പോൾ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോകുന്ന ആ ഒരു ഓർഗാനിസമായി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോകുന്ന ആ മെത്തേഡിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ഷോർട്ട് ടൈം ബിക്കോസ് ദ അബയോട്ടിക് ഫാക്ടർ ഓഫ് ദ റീജിയൻ ഓൾസോ ചേഞ്ച് വെരി സ്ലോലി. അപ്പോൾ ഷോർട്ട് ടൈമിൽ അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല ബിക്കോസ് അബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് റോക്സ്, ഡെസേർട്സ്, റോക്സ്, സോയിൽ, എയർ, ഡെസേർട്ട് അല്ല റോക്സ്, സോയിൽ, എയർ അങ്ങനത്തെ ക്ലൈമറ്റ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു റീജിയനിൽ. Those organisms which cannot adapt to these changes die and only the adapted ones survive. അപ്പോൾ അതിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് മരിച്ചുപോവും, ചത്തുവും, സർവൈവ് ചെയ്യുന്നത് ജീവിക്കും. Organisms adapt to different abiotic factors in different ways. This results in wide variety of organisms in different habitats. Next, a journey through different habitats. Some terrestrial habitats means desert. അത് ഡിസ്കസ് ചെയ്തതാണ്. Desert plants lose very little water through transpiration. Desert animals എന്തൊക്കെയായിരിക്കണം? Rats and snakes which do not have long legs that a camel has. ഇവിടെ പറയുന്നത് the leaves in desert plants are either absent, very small, or they in the form of spines. ഒന്നില്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. പിന്നെയുള്ളതൊക്കെ ഈ മുൾച്ചെടികൾ പോലെയുള്ള വളരെ സ്പൈൻ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ലീവ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ. അപ്പോൾ ട്രാൻസ്പിറേഷൻ സമയത്ത് ലോസ് ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൈൻസ് ഉള്ളത്. ദ ലീഫ് ലൈക്ക് സ്ട്രക്ചർ യു സീ ഇൻ കാക്ടസ് ഈസ് ഇൻ ഫാക്ട് ഇറ്റ്സ് സ്റ്റെം. അപ്പോൾ കാക്ടസിലുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റെം ആണ്. Photosynthesis in these plants is usually carried out by stems. The stem is also covered with a thick waxy layer which helps to retain water in the tissues of cacti. Most desert plants have the roots that go very deep into the soil for absorbing water. So, that's understandable. Next, mountain regions. These habitats are normally very cold and windy. In some areas, snowfall may take place in the winters. There is large variety of plants and animals living in the mountain regions. Trees of mountain habitat ഇങ്ങനെയായിരിക്കും. അതുപോലെ മൗണ്ടൈൻ റീജിയനിൽ ലീവ് ചെയ്യുന്ന അനിമൽസ് എ ബി സിയിലൊക്കെ കാണുന്ന പോലെ സ്നോ ലിയോപോഡ്, യാക്ക് ആൻഡ് മൗണ്ടൈൻ ഗോട്ട്. ഇതൊക്കെ അഡാപ്റ്റഡ് ടു മൗണ്ടൈൻ ഹാബിറ്ററ്റ്സ് ആണ്. The trees are normally cone-shaped and having sloped branches. The leaves of some of these trees are needle-like. This helps the rainwater and snow to slide off easily. There could be trees with shapes very different from these that are also present on mountains. They may have different kind of adaptations to survive on the mountains. Animals living in the mountain regions are also adapted to the conditions here. They have thick skin or fur to protect from the cold. For example, നേരത്തെ പറഞ്ഞ ABCയിൽ പറഞ്ഞിട്ടുള്ളത്. Snow leopard has thick fur on its body, including feet and toes. This protects its feet from cold when it walks on the snow. The mountain goat has strong hooves for running up the rocky slopes of the mountains. As we go up in the mountainous region, the surroundings change and we see different kinds of adaptations at different heights. Next, grasslands. A lion lives in a forest or grassland and is a strong animal that can hunt and kill animals like deer. It is light brown in color. ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടല്ലോ. Lions have long claws in their front legs that can be withdrawn inside the toes. അപ്പോൾ do the features of lion help it in any way to survive? Its light brown color helps to hide in dry grasslands when it hunts for prey. അപ്പോൾ അതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡ്രൈ ഗ്രാസ് ലാൻഡ്സിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. ഓൾസോ പ്രേ ഹണ്ട് ചെയ്യാനും എളുപ്പമാണ്. The eyes in front of the face allow it to have a correct idea about the location of its prey. A deer is another animal that lives in forests and grasslands. It has strong teeth for chewing hard plant stems of the forest. A deer needs to know about the presence of
predators, animals like lion, that make it their prey in order to run away from them and not become their prey. It has long ears to hear movements of predators. The eyes on the sides of its head allow it to look in all directions for danger. The speed of the deer helps them to run away from the predators. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടില്ലേ, അതിൻ്റെ റണ്ണിങ് സ്പീഡ്, ഹൈഡ് ചെയ്യാനുള്ള കഴിവുകൾ. There are many other features of the lion, a deer or other animals and plants that help them to survive in their habitat. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് അവനെ ആ ഹാബിറ്റേറ്റിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സം അക്വാറ്റിക് ഹാബിറ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഷ്യൻസ്, പോൺസ് ആൻഡ് ലേക്സ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ ഫിഷ് എങ്ങനെയാണ് സീയിൽ അഡാപ്റ്റ് ചെയ്ത് ലീവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മെനി അതർ സീ അനിമൽസ് ഹാവ് സ്ട്രീം ലൈൻ ബോഡീസ് ടു ഹെൽപ്പ് ദം മൂവ് ഈസിലി ഇൻ വാട്ടർ. ദർ ആർ സം സീ അനിമൽസ് ലൈക്ക് സ്ക്വിഡ്സ് ആൻഡ് ഒക്ടോപ്പസ് വിച്ച് ഡു നോട്ട് ഹാവ് ദിസ് സ്ട്രീം ലൈൻ ഷേപ്പ്. അപ്പോൾ ഫിഷിൻ്റെ ഫിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. They stay deeper in the ocean near the seabed and catch any prey that moves towards them. However, when they move in water, they make their body shape streamlined. These animals have gills to help them use oxygen dissolved in water. അപ്പോൾ അവർ ഗിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിലുള്ള ഓക്സിജൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. There are some sea animals like dolphins and whales that do not have gills. They breathe in the air through nostrils. ആ മൂക്കിൻ്റെ ഇതിനെയാണ് നമ്മൾ നോസ്ട്രിൽസ് എന്ന് പറയുന്നത്, മൂക്കിലുള്ള ഹോൾസ്, or blowholes that are located on the upper parts of their head. This allows them to breathe in air when they swim near the surface of water. They can stay inside the water for a long time without breathing. They come out to the surface from time to time to breathe in air. അപ്പോൾ ഫ്രീക്വൻറ്റ് കം ഔട്ടിലാണ് അവർ ബ്രീത്ത് ഇൻ എയർ ചെയ്യുന്നത്. പോൺസ് ആൻഡ് ലേക്സ്. Some of these plants, ഇങ്ങനെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്, some aquatic plants float on water, some have their roots fixed in the soil at the bottom, some aquatic plants are submerged in water. അപ്പോൾ മൂന്നും ഡിഫറൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. Some of these plants have, first one, their roots fixed in the soil below the water. In terrestrial plants, roots normally play a very important role in the absorption of nutrients and water from the soil. അപ്പോൾ സോയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസും വാട്ടർ അബ്സോർബ് ചെയ്യുന്ന അങ്ങനത്തെ റൂട്ട്സ് ആയിരിക്കും ചില ടെറസ്ട്രിയൽ പ്ലാന്റ്സിലുള്ളത്. ഈ റൂട്ട്സ് ആണ് അതിൻ്റെ വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നത്. However, in aquatic plants, roots are much reduced in size and their main function is to hold the plant in place. അപ്പോൾ കറക്റ്റ് പ്ലേസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The stem of these plants are long, hollow and light. The stems grow up to the surface of water while the leaves and flowers float on the surface of water. Some aquatic plants are submerged in water. All parts of such plants are called underwater. Some of these plants have narrow and thin ribbon-like leaves. Okay, these can blend in the flowing water. In submerged plants, leaves are often highly divided through which the water can easily flow without damaging them. Frogs usually live in ponds. Frogs can stay both inside the water as well as move on land. They have strong back legs that help them in leaping and catching their prey. They have webbed feet which help them swim in water. അപ്പോൾ ഇതാണ് അക്വാറ്റിക് ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും കുറച്ചും കൂടെ ടോപ്പിക്സ് ഈ ലെസണിലുണ്ട്. അത് സിംഗിൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പോർഷൻ, ദാറ്റ് ഈസ് ഫ്രം 1 second, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസംസ് തൊട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്.